മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹവുമായി പുറപ്പെട്ട ആംബുലൻസ് ഉടുപ്പി പിന്നിട്ടു. ഉടുപ്പിയിലെ മലയാളി സമാജത്തിന്റെ നേതൃത്വത്തിൽ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മൃതദേഹം രാവിലെയോടെ കണ്ണാടിക്കലിലെ വസതിയിൽ എത്തിക്കും. അർജുന അമ്മയ്ക്കൊരു ഞാൻ വാഗ്ദാനം കൊടുത്തു. ആ ബോഡി കിട്ടി അർജുൻ്റെ ദേഹത്തെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. അതേമാതിരി ഇപ്പോൾ ആ ബോഡി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥനയില്ല. അതേമാതിരി അവിടെ പോകുന്നുണ്ട്. കണ്ടിപ്പായി എന്ന് പറഞ്ഞ് 22 ദിവസമായി ആ അമ്മ എത്ര കഷ്ടപ്പെട്ടുണ്ട്. ആ പൊണ്ടാട്ടി കുട്ടിയെല്ലാം അതേമാതിരി ഇപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനത്തെ അവരത് ഇത് നല്ല കാര്യം. ഞങ്ങൾ അവിടെ പോയിട്ട് അമ്മാൻ്റെ അടുത്ത പോയിട്ട് ആ കാര്യം ചെയ്യാൻ കൊണ്ടുപോകും. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ ഈ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ഉടുപ്പിയിലാണ് എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈശ്വർ മാൽപ്പയെ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം ഈ മൃതദേഹത്തോടൊപ്പം കണ്ണാടിക്കലുള്ള അർജുൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ഒപ്പം MLA സതീഷ് കൃഷ്ണസേലും. പ്രവിത, അർജുൻ്റെ മൃതദേഹവുമായുള്ള ആംബുലൻസ് ഇപ്പോൾ ഉടുപ്പി കഴിഞ്ഞ് മംഗളൂരു റൂട്ടിലേക്ക് ആ ദേശീയപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ അല്പസമയം ഈ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെയുള്ള ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ കേരള അതിർത്തിയിലേക്ക് കടക്കും. ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ കേരള അതിർത്തിയിലേക്ക് കടക്കും. അവിടെ കാസർഗോഡ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അർജുൻ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പേർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പാണ് ഉടുപ്പിയിൽ കേരള സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള മലയാളികൾ അവിടെ പാതയോരത്ത് ഒത്തുചേരുകയും അർജുന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയോ ചെയ്തത്. അവിടെ ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈശ്വർ മാൽപ്പെ നേരത്തെ പ്രതികരിച്ച് നമ്മൾ കേട്ടു. അർജുൻ്റെ വീട്ടിൽ പോയി നേരിട്ട് അമ്മയെ കണ്ട് സംസാരിക്കണം, അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയും എന്നതാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞത്. വൈകാരികമായിട്ടാണ് ഈശ്വർ മാൽപ്പയും അത്തരത്തിൽ സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും അർജുൻ നിരവധി തവണ കടന്നു പോയിട്ടുള്ള പാതയിലൂടെയാണ് ചേതനയേറ്റ ശരീരമായി അർജുൻ നിലവിലിപ്പോൾ ഈ അന്ത്യയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ രാവിലെയോടെ ജന്മനാടായിട്ടുള്ള കോഴിക്കോട് എത്തിച്ചേരുകയും ചെയ്യും. വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ്. 6 മണിയോടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് കാർവാർ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങുന്നു. അതിനുശേഷം ഈ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള ഷിരൂരിലൂടെയാണ് ഇത് കടന്നു വന്നത്. അവിടെ അല്പസമയം നിർത്തുകയും അവിടെയൊക്കെ നേരത്തെ അർജുൻ്റെ ലോറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സാധനങ്ങളൊക്കെ പിന്നീട് മറ്റൊരു വാഹനത്തിലാക്കുകയും അതുൾപ്പെടെയാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും വൈകാരികമായ വേദനാജനകമായിട്ടുള്ള ഒരു യാത്രയാണ്, ഒരു അന്ത്യയാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. എന്തായാലും അർജുൻ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഓരോ സ്ഥലങ്ങളിലും നിരവധി പേർ ഇനിയിപ്പോൾ കേരളത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ കേന്ദ്രങ്ങളിലും ഈ അർദ്ധരാത്രിയിൽ പോലും ആൾക്കാർ തടിച്ചുകൂടി കാത്തിരിക്കുകയാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. പ്രവിധ. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹവുമായി പുറപ്പെട്ട ആംബുലൻസ് ഇപ്പോൾ ഉടുപ്പി പിന്നിട്ടിട്ടുണ്ട്. ഉടുപ്പിയിൽ മലയാളി സമാജത്തിന്റെ നേതൃത്വത്തിൽ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കണ്ണാടിക്കൽ രാവിലെയോടെ മൃതദേഹം ആയിട്ടുള്ള ആംബുലൻസ് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈശ്വർ മാൽപ്പയും ഒപ്പം തന്നെ സതീഷ് കൃഷ്ണസേൽ MLAയും അർജുന്റെ ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം ബന്ധുക്കളും.